എല്ലാ പ്രിയപ്പെട്ടവർക്കും എവറിത്തിങ് 360യുടെ സി പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽസിൻ്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകളാണ്. സി ഭാഷയിലെ ഫങ്ഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ വിവിധ പാർട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണ്, ഫങ്ഷൻ കോൾ എന്താണ്, ഫങ്ഷൻ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളൊരു 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി എഴുതി കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ 2 നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു നമ്പറും ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു നമ്പറും ഉണ്ടെങ്കിൽ ഈ 2 നമ്പേഴ്സിനെയും കമ്പയർ ചെയ്തതിന് ശേഷം അതിൽ ഗ്രേറ്റസ്റ്റ് നമ്പറിനെ പ്രിൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പറിനെ പ്രിൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന 2 നമ്പേഴ്സിനെ ഡിക്ലെയർ ചെയ്യുന്നു. ആ 2 നമ്പേഴ്സിനെയും നമ്മൾ യൂസറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അതിനെ സ്കാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്സാണ് നിങ്ങൾ ഈ ഒരു 3 ലൈനിലായിട്ട് കാണുന്നത്. ഇനി ഇവിടെ പറയുകയാണെങ്കിൽ നമ്മൾ വിളിക്കുകയാണ് കമ്പയർ എക്സ് ഓഫ് വൈ, അല്ലെങ്കിൽ കമ്പയർ ഓഫ് എക്സ് കോമ വൈ എന്ന് വിളിക്കുമ്പോൾ ഞാനിപ്പോൾ 2 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്, 2ഉം 3യും എന്നുള്ള 2 നമ്പേഴ്സിനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 എന്ന് പറയുന്ന വാല്യൂവിനെയും 3 എന്ന് പറയുന്ന വാല്യൂവിനെയും നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഫംഗ്ഷൻ അവിടെ എക്സിക്യൂട്ട് ആവുന്നു. അതായത് എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന 2 വാല്യൂസിനകത്ത് 2ഉം എന്ന് പറയുന്ന വാല്യൂവും നമ്മൾ നേരത്തെ പാസ് ചെയ്ത 2 എന്ന് പറയുന്ന വാല്യൂ, 3 എന്ന് പറയുന്ന വാല്യൂവും അവിടേക്ക് വരുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വർക്ക് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ എയും ബിയും കമ്പയർ ചെയ്യുന്നു. 2ഉം 3യും കമ്പയർ ചെയ്തിട്ട് 2 ആണ് വലുത് എങ്കിൽ അത് റിട്ടേൺ ചെയ്യാൻ പറയും, 3 ആണ് വലുതെങ്കിൽ അത് റിട്ടേൺ ചെയ്യാൻ പറയും. ഇവിടുത്തെ കേസിൽ എ ഗ്രേറ്റർ ദാൻ ബി ഫോൾസ് ആണ്, അതുകൊണ്ട് എൽസ് കണ്ടീഷൻ ആയിട്ടുള്ള ബി ആണ് അവിടെ റിട്ടേൺ ചെയ്യുന്നത്. 3 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടേക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ കമ്പയറിൻ്റെ റിസൾട്ട് ആയിട്ടുള്ള ഈ ഒരു വേരിയബിളിൽ വന്ന് സ്റ്റോർ ആവുന്നത്. അതായത് 3 ആണ് ആൻസർ ആയിട്ട് വന്ന് സ്റ്റോർ ആവുന്നത്. കമ്പയറിൻ്റെ സ്ഥാനത്ത് 3 എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ആവും. അങ്ങനെ നമുക്ക് 2 നമ്പേഴ്സ് ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് അതിലെ ലാർജസ്റ്റ് നമ്പർ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന വഴി കിട്ടുന്നു. ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ പ്രോഗ്രാമിനെ എഴുതിയപ്പോൾ നമ്മളവിടെ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. 1 ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, 2 ഫംഗ്ഷൻ കോള്, 3 ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പം നമുക്ക് ഓരോന്നിലേക്ക് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനെ കുറിച്ചാണ്. അപ്പം നമ്മളിവിടെ ഒരു പ്രോഗ്രാം എഴുതി അതിനകത്ത് ആദ്യം തന്നെ ഫംഗ്ഷൻ്റെ ആദ്യത്തെ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനെ എഴുതിയപ്പോൾ നമ്മൾ ആ ഫംഗ്ഷനെ കൂടുതലായിട്ട് വിശദീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിൽ ഇൻറ്റ് കമ്പയർ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്ന് പറയുന്നതാണ്. അതിനുശേഷം ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫംഗ്ഷൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുത്തു. എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പൊസിഷൻ മുതൽ ഈ ഒരു പൊസിഷൻ വരെയാണ് ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഉണ്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നിരിക്കുന്നത് നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വോയിഡ് മെയിനിലാണ് സാധാരണ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ബ്രാക്കറ്റ് വഴി വോയിഡ് മെയിൻ വഴി പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വോയിഡ് മെയിനിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഈ വോയിഡ് മെയിനിന് ശേഷം നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പൈലർ എപ്പോഴും ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു വരുന്നത്. എവിടെയാണോ വോയിഡ് മെയിൻ തുടങ്ങുന്നത് ആ ഒരു സ്ഥലത്ത് കമ്പൈലർ എന്ത് ചെയ്യും? പ്രോഗ്രാമിനെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. എവിടെയാണോ വോയിഡ് മെയിൻ അവസാനിക്കുന്നത് ആ ഒരു സ്ഥലത്ത് കമ്പൈലർ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ മാത്രമേ പ്രോഗ്രാം ഉള്ളൂ, എങ്കിലും നമ്മുടെ ഫംഗ്ഷൻ്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ മെയിനിന് പുറത്താണ്. അപ്പോൾ കമ്പൈലറിന് നേരത്തെ കൂട്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ പറയുന്ന കമ്പയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വോയിഡ് മെയിനിന് ശേഷമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കമ്പൈലറിനോട് പറയുകയാണ് വോയിഡ് മെയിൻ കഴിഞ്ഞാൽ എക്സിക്യൂഷൻ അവസാനിക്കാറായിട്ടില്ല, നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനും കൂടി നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടതുണ്ടെന്ന് കമ്പൈലറിനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ ഒരു സെക്ഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണ്? നമ്മുടെ കമ്പൈലറിന് ഒരു ഓവർവ്യൂ കൊടുക്കുകയാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ വോയിഡ് മെയിനിന് ശേഷം ഉണ്ട്. ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫംഗ്ഷൻസിൻ്റെയും
പ്രോട്ടോടൈപ്പ്. നമ്മൾ പ്രോട്ടോടൈപ്പായിട്ട് യൂഷ്വലി എഴുതുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയതിന് ശേഷം ഒരു സെമിക്കോളൻ ഇടുന്നതായിരിക്കും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾക്ക് വോയിഡ് മെയിനകത്ത് വെച്ച് ഈ ഫംഗ്ഷനെ നമ്മൾ വിളിച്ചാൽ മാത്രമേ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുകയുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാമിൽ കമ്പയർ ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫംഗ്ഷനെയാണോ വിളിച്ചിരിക്കുന്നത് ആ ഫംഗ്ഷൻ അവിടെ വെച്ച് മാത്രമേ എക്സിക്യൂട്ട് ആവുകയുള്ളൂ. നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസും ആ ഒരു ഫംഗ്ഷൻ കോളിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷനെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് വിളിക്കുന്നതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ എന്ന് വിളിക്കുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് ഏറ്റവും എളുപ്പമുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ യൂഷ്വലി നമുക്ക് വോയിഡ് മെയിന് മുമ്പോ വോയിഡ് മെയിന് ശേഷമോ എഴുതാം. ഒരു ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഏത് വാല്യൂ ആണോ അല്ലെങ്കിൽ എന്താണ് ആ ഫംഗ്ഷൻ ചെയ്യേണ്ടത് ആ കാര്യം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വയ്ക്കുകയാണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഈ ഒരു പാർട്ട്, അതായത് പ്രോഗ്രാമിൻ്റെ തേർഡ് പാർട്ടിൽ നിങ്ങൾ കണ്ടതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇത്രയും പാർട്ടാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ്, പിന്നെ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്ന 3 കോൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സി പ്രോഗ്രാമിംഗ് ഭാഷ ട്യൂട്ടോറിയൽ ഈ ഒരു ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. അവിടെ ഫുള്ളായിട്ട് സി പ്രോഗ്രാമിംഗ് KTU സിലബസിന് വേണ്ടിയിട്ടുള്ളത് കവേർഡാണ്. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാഞ്ച് ആയാലും നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോയി ആ വീഡിയോസ് പ്ലേലിസ്റ്റ് കണ്ട് നിങ്ങൾക്ക് സി പ്രോഗ്രാമിംഗ് പഠിക്കാവുന്നതാണ്. കൂടുതൽ സി പ്രോഗ്രാമിംഗ്, C++, ജാവ കൂടുതലായിട്ടുള്ള പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽസും വരുന്ന സമയങ്ങളിൽ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. ഈ ചാനലിൽ ഫിനാൻസ് വീഡിയോസ് പ്ലസ് എഡ്യൂക്കേഷണൽ വീഡിയോസ് കൂടാതെ മറ്റനവധി വീഡിയോസ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടൈം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.